വിവർത്തന പ്രക്രിയ എന്താണെന്ന് പരിശോധിച്ചാലോ? കേരള പാണ്ഡ്യം കാരിക 188 വിവർത്തന പ്രക്രിയയെക്കുറിച്ച് പറയുന്നത്. മൂലഭൂതമായ പ്രകൃതി സ്വത്വമായാലും ധാതുവായാലും ആദ്യത്തിൽ ഏകാക്ഷരമായിരിക്കണം എന്നാണ് ഊഹം. എന്നാൽ ഇപ്പോൾ പ്രകൃതിയായി കാണുന്ന സ്വത്വങ്ങളും ധാതുക്കളും ഊതിവീർത്ത് അനേകാക്ഷരങ്ങളായി തീർന്നിട്ടുണ്ട്. ഇതിനുള്ള കാരണം വിവർത്തന പ്രക്രിയയാകുന്നു. ഇത്തരത്തിൽ ഏകാക്ഷര ധാതുക്കളെ അനേകാക്ഷര ധാതുക്കളാക്കുന്ന പ്രക്രിയയാണ് വിവർത്തന പ്രക്രിയ. അപ്പം ഏകാക്ഷര ധാതുക്കളെ അനേകാക്ഷര ധാതുക്കളാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് വിവർത്തന പ്രക്രിയ. അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നോക്കാം. ഉദാഹരണം: സ്വത്വം: കെ, തീ, കാൽ, കൽ, നൈൽ, മൺ, ഉൾ, നേർ. ഇതിൻ്റെ ധാതുക്കൾ ആ, ചി, തു, തേ, പോ, അറ്, വിട്, പുക്, ഉണ്. ഈ ഊഹത്തിനുള്ള അടിസ്ഥാനം എന്നത് ഒന്നാമത് പണ്ടുണ്ടായിരുന്ന ഏകമാത്ര ധാതുക്കളിൽ മിക്കതും ഇപ്പോൾ ഗിലങ്ങളായി തീർന്നിരിക്കുന്നു. പണ്ടുണ്ടായിരുന്ന ഏകമാത്ര ധാതുക്കൾ ഇപ്പോൾ ഗിലങ്ങളായിരിക്കുന്നു, വളരെ ഉപയോഗത്തിലില്ലാത്തതായി മാറിയിരിക്കുന്നു. എൻ, ഉൾ, ഇൽ, അൽ, വേൻ, തക്, മിക് ഇത്യാദികൾ നോക്കുക. എൻ എന്നു, എന്ന. ഉൾ ഉണ്ട്, ഉള്ളു. ഇൽ ഇല്ല. അൽ അല്ല. വേൺ വേണ്ടും, വേണ്ടി. ഇങ്ങനെ ഏതാനും രൂപങ്ങൾ മാത്രമായി പോയിരിക്കുന്നു. ചിലതിന്ന് അനുപ്രയോഗമായിട്ടാണ് പ്രചാരത്തിലുള്ളൂ, ചിലതാകട്ടെ അവ്യയങ്ങളായി പോയി. തക്ക്, മിക്ക് മുതലായവ മുറ്റുവിനയിൽ മാത്രമേ പ്രയോഗത്തിലുള്ളൂ. ഗിലമാകാതെ നടപ്പിൽ തന്നെ ഇരിപ്പുള്ളവയിൽ മിക്കതും മാത്രയോ വർണ്ണമോ അക്ഷരമോ ചേർന്ന് നീണ്ടിരിക്കുന്നു. പുക്, പുക്ക് ഇതിപ്പോൾ സ്വരം ദീർഘിച്ച് പൂക്ക് എന്നായിട്ട് പൂകുന്നു, പൂകി, പൂകും എന്ന മട്ടിൽ എല്ലാ രൂപങ്ങളിലും നടക്കുന്നു. മീതു, മീതെ, മീത്തു, മിത്തൽ എന്ന പദങ്ങളിൽ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഉപരി എന്നർത്ഥമുള്ള മീ എന്ന പ്രകൃതിക്ക് ഇപ്പോൾ മികയ്ക്കുന്നു, മികത്തു, മികക്കും എന്നോ മികയ്ക്കുന്നു, മികച്ചു, മികയ്ക്കും എന്നോ നീണ്ടിട്ടുള്ള വേഷത്തിലാണ് പ്രചാരം. ഒടുങ്ങുക എന്നതിൻ്റെ ക്രിയാനാമം ആയിട്ട് നാം ഒടുവ് എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇതിൽ ങകാരം കാണായികയാൽ ആദ്യത്തിൽ ധാതു ഒട് എന്ന് മാത്രമായിരുന്നിരിക്കണമെന്ന് പറയേണ്ടി വരുന്നു.